നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. ഇത് പ്രഭാത സന്ദേശം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു: ഇതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. കർത്താവ് പറയുകയാണ്, നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിട്ടുണ്ട്. ദൈവികമായ വിടുതലുകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കയറി ചെന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് മുമ്പിൽ ദൈവത്താൽ തുറക്കപ്പെടുന്ന ചില വാതിലുകളുണ്ട്. ഭൗതികമായി ചിന്തിച്ചാൽ സാമ്പത്തികമായ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കാറുണ്ട്. ശാരീരികമായ വിടുതലുകൾ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ രോഗശാന്തിയുടെ വാതിലുകളുണ്ട്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, അവരുടെ ഭാവിക്ക് വേണ്ടി കരുതുവാൻ, അനുഗ്രഹിക്കുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ അവരുടെ മുമ്പിലും ദൈവം ഒരു വാതിൽ തുറന്നു വച്ചിട്ടുണ്ട്. ദൈവത്താൽ തുറക്കപ്പെട്ട വാതിലുകളുടെ പ്രത്യേകത ഇവിടെ പറയുന്നു, അതാർക്കും അടച്ചുകൂടാ. മാനുഷികമായ ശക്തികൾ കൊണ്ടോ, മാനുഷികമായ ബുദ്ധി കൊണ്ടോ, മറ്റ് ഏതെങ്കിലുമുള്ള ശക്തികൾക്കോ ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിലുകൾ അടയ്ക്കുവാൻ സാധ്യമല്ല. അത് ഏത് രീതിയിൽ ശ്രമിച്ചാലും ഒരു ദൈവ മനുഷ്യന് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലുകൾ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. യേശുക്രിസ്തു തന്നെക്കുറിച്ച് പറയുന്ന ഭാഗം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവനാണ്. ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിലിൻ്റെ പ്രത്യേകത ആരും അടയ്ക്കാതെ വണ്ണം തുറന്നിട്ടിരിക്കുന്നൊരു വാതിൽ, ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കുന്ന വാതിലുകൾ എന്ന് പറഞ്ഞാൽ, വാതിലുകൾ തുറന്നിടണമെങ്കിൽ, അനുഗ്രഹങ്ങളുടെ വഴികൾ തുറന്നിടണമെങ്കിൽ, വാതിലുകൾ തുറക്കണമെങ്കിൽ അത് ദൈവത്താലാണ്. ആ തുറന്ന വാതിൽ മാനുഷിക ബുദ്ധി കൊണ്ട് അടയ്ക്കുവാൻ സാധ്യമല്ല. അതടയ്ക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ ദൈവത്താൽ തുറക്കപ്പെടുവാനാണ് നമ്മേറെയും ആഗ്രഹിക്കേണ്ടത്. മാനുഷികമായി തുറക്കുന്ന വാതിലുകളൊക്കെ താൽക്കാലികമായി ചിലതൊക്കെ മാത്രമേ നമുക്ക് പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. അത് ചില സമയങ്ങളിൽ തുറക്കത്തില്ല. ചില സമയങ്ങൾ തുറന്നാൽ ആ വാതിലുകൾ നമുക്ക് പൂർണ്ണമായ ഒരു തൃപ്തി ലഭിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുന്ന വാതിലുകളായിരിക്കത്തില്ല. എന്നാൽ ദൈവത്താൽ തുറക്കപ്പെടുന്ന വാതിലുകൾ മുഖാന്തരമുള്ള വിടുതലുകൾ, നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന വിടുതലുകളെന്ന് പറയുന്നത്, അത് ദൈവത്താൽ ഒരുക്കപ്പെടുന്നു. ദൈവം ഒരുപക്ഷെ ചില വ്യക്തികളെയോ, ചില പ്രദേശങ്ങളെയോ, ചില മേഖലകളെയോ ഒക്കെ ഈ വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കുവാൻ ദൈവം ഉപയോഗിക്കും. കരുത്തുതോട്ടിലിരുന്ന ഏലിയാവിനെ ആ തെരുത്തുതോട്ടിൽ പോറ്റുവാൻ ദൈവം കാക്കയോട് കൽപ്പിച്ചിരുന്നു. അതിൻ്റെ ദിവസങ്ങളിൽ ആ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.